നമസ്കാരം. 1 PM ന്യൂസിലേക്ക് വിശദമായി ഞാൻ ഉന്മേഷ് ശിവരാമൻ. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ പാർട്ടി നടപടി തീരുമാനിക്കാൻ CPM പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി നാളെ ചേരാനിരിക്കെ ഗുരുതര വെളിപ്പെടുത്തലുമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ അധ്യക്ഷൻ A. പത്മകുമാർ. ശബരിമലയിൽ യുവതികളെ പ്രവേശിപ്പിക്കാൻ തന്നെയും ADG PS ശ്രീജിത്തിനെയും ബോധപൂർവം മാറ്റി നിർത്തിയെന്ന് അടുത്ത സുഹൃത്തുക്കളോട് പത്മകുമാർ വെളിപ്പെടുത്തി. ആത്മകഥയിൽ സ്വർണ്ണക്കൊള്ള വിഷയത്തിലും കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഉണ്ടാകുമെന്ന് പത്മകുമാർ. ആത്മകഥ പാർട്ടിയെ ബാധിക്കില്ല എന്നാണ് CPM പ്രതികരണം. ശബരിമല യുവതീ പ്രവേശനത്തിൽ അന്നത്തെ LDF സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കിയാണ് അടുത്ത സുഹൃത്തുക്കളോട് A. പത്മകുമാറിന്റെ വെളിപ്പെടുത്തലുകൾ. യുവതീ പ്രവേശനത്തിന് ചരടുവലിച്ചത് പാർട്ടിയിലും ഭരണ നേതൃത്വത്തിലും സ്വാധീനമുള്ള ഉന്നതനാണ്. ശബരിമലയിൽ യുവതികളെ പ്രവേശിപ്പിക്കാൻ തന്നെയും ADGP S. ശ്രീജിത്തിനെയും ബോധപൂർവം മാറ്റിയെന്നും പത്മകുമാർ അടുത്ത സുഹൃത്തുക്കളോട് പറഞ്ഞു. ഇതടക്കമുള്ള കാര്യങ്ങൾ ആത്മകഥയിലുണ്ടാകുമെന്നും പത്മകുമാർ അറിയിച്ചു. ശബരിമലയിലെ സ്വർണ്ണപ്പാളി രേഖകളിൽ ചെമ്പുപാളിയാക്കിയത് മറ്റാരോ ആണെന്നും ഒപ്പിടാൻ തന്നെ നിർബന്ധിക്കുകയായിരുന്നുവെന്നും പത്മകുമാർ സുഹൃത്തുക്കളോട് പറഞ്ഞു. പത്മകുമാറിനെ യുവതീ പ്രവേശന സമയത്ത് മാറ്റി നിർത്തേണ്ട കാര്യം മുഖ്യമന്ത്രിയുടെ ഓഫീസിനില്ലെന്ന് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ. അതിനെക്കുറിച്ച് എനിക്കറിയാവുന്ന കാര്യമല്ല. കാരണം അത്തരത്തിലൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ഇദ്ദേഹത്തെ അവിടുന്ന് മാറ്റി നിർത്തേണ്ട യാതൊരു ആവശ്യവും മുഖ്യമന്ത്രിയുടെ ഓഫീസിനില്ല എന്നുള്ളത് തന്നെയാണ് വസ്തുത. പാർട്ടിയെ സമ്മർദ്ദത്തിലാക്കാനുള്ള പത്മകുമാറിന്റെ നീക്കങ്ങൾക്ക് വിധേയപ്പെടേണ്ടെന്നാണ് CPIM നിലപാട്. നാളെ ചേരുന്ന CPM പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി പത്മകുമാറിനെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയേക്കും. പത്മകുമാറിനെ അവഗണിച്ച് തള്ളുകയാണ് നേതൃത്വം. പത്മകുമാറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ കേസുമായി ബന്ധപ്പെട്ട് പാർട്ടി സംസ്ഥാന കമ്മിറ്റി ഇപ്പോഴ് അദ്ദേഹം ജയിലിൽ നിന്ന് പുറത്തു വന്ന ഘട്ടത്തിൽ എല്ലാ ചുമതലകളിൽ നിന്നും എല്ലാ പാർട്ടി പ്രവർത്തനത്തിൽ നിന്നും മാറ്റി നിർത്തിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം പാർട്ടി പ്രവർത്തനത്തിലില്ല. പാർട്ടി നടപടി ഉണ്ടാകുമെന്ന് ഉറപ്പായതിനു പിന്നാലെ സമ്മർദ്ദതന്ത്രമാണ് പത്മകുമാർ പയറ്റുന്നതെന്ന അഭിപ്രായവും പ്രവർത്തകർക്കിടയിലുണ്ട്. കടുത്ത നടപടിയുണ്ടായാൽ ഒരുപക്ഷെ വിവാദ വിഷയങ്ങളിലടക്കം പത്മകുമാർ തുറന്നുപറച്ചിലുകൾ നടത്തിയേക്കും. 24 പത്തനംതിട്ട. സംരക്ഷിച്ചപ്പോഴും കൈവിട്ടപ്പോഴും CPIMന് ഒരുപോലെ തലവേദനയാവുകയാണ് പത്മകുമാർ. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ A. പത്മകുമാറിനെതിരെ നടപടിയെടുക്കാത്തത് തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിച്ചെന്ന് പാർട്ടി വിലയിരുത്തി. നടപടിയെടുക്കാൻ തീരുമാനിച്ചപ്പോഴാകട്ടെ യുവതീ പ്രവേശനം ഉൾപ്പെടെ CPM മറക്കാൻ ആഗ്രഹിക്കുന്ന വിഷയങ്ങൾ വീണ്ടും ചർച്ചയാവുകയാണ്. കഴിഞ്ഞ നവംബർ 20-നാണ് CPIMന്റെ മുതിർന്ന നേതാവും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റുമായ A. പത്മകുമാർ ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ അറസ്റ്റിലായത്. സ്വർണ്ണപ്പാളി ചെമ്പുപാളിയാക്കാൻ കൂട്ടുനിന്നുവെന്ന ആരോപണം ശക്തമായപ്പോഴും CPIM A. പത്മകുമാറിനോട് മൃദു സമീപനം സ്വീകരിച്ചു. അന്വേഷണം തീരും വരെ ആരെയും കുറ്റക്കാരായി കാണാൻ കഴിയില്ലെന്ന ന്യായീകരണത്തിലൂടെ പാർട്ടി പ്രതിരോധം തീർത്തു. പ്രതിപക്ഷം രാഷ്ട്രീയ ആയുധമാക്കിയത് കണ്ടില്ലെന്ന് നടിച്ചു. ഒടുവിൽ തെരഞ്ഞെടുപ്പിൽ കനത്ത പരാജയം നേരിട്ടതോടെയാണ് CPIM നേതൃത്വം മാറി ചിന്തിച്ചത്. ഇനി നടപടിയെടുക്കാതെ മുന്നോട്ടു പോകാനാകില്ലെന്ന് നേതൃത്വം ജില്ലാ കമ്മിറ്റി അറിയിച്ചു. നടപടി തീരുമാനിക്കാൻ നാളെ ജില്ലാ കമ്മിറ്റി ചേരാനിരിക്കെ A. പത്മകുമാറിന്റെ ചെക്ക്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പങ്കില്ലെന്ന വാദത്തിന് പുറമെ യുവതീ പ്രവേശനത്തിന് പിന്നിൽ ഗൂഢാലോചന നടന്നുവെന്ന ആരോപണങ്ങൾക്ക് ബലം പകരുന്ന നിലപാട് കൂടിയാണ് A. പത്മകുമാറിൽ നിന്നുണ്ടാകുന്നത്. ശബരിമല യുവതീ പ്രവേശവും സ്വർണ്ണക്കൊള്ള വിവാദങ്ങളും വഴി നഷ്ടപ്പെട്ട വോട്ട് ബാങ്ക് തിരിച്ചുപിടിക്കാൻ ശ്രമിക്കുന്ന CPIMന് പത്മകുമാറിന്റെ നീക്കം തലവേദനയുണ്ടാക്കുമെന്ന് ഉറപ്പ്. ശബരിമല യുവതീ പ്രവേശന വിവാദ സമയത്ത് ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന പത്മകുമാറിന്റെ പ്രസ്താവനകൾ അന്നും CPIMന് തിരിച്ചടിയായിരുന്നു. പത്മകുമാറിനെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കാനുള്ള ഒരുക്കത്തിലാണ് CPIM. നടപടി ഒഴിവാക്കാനുള്ള സമ്മർദ്ദതന്ത്രം എന്ന വാദമുയർത്തിയാകും പത്മകുമാറിന്റെ വെളിപ്പെടുത്തലുകളെയും ആത്മകഥാരചനയെയും CPIM പ്രതിരോധിക്കുക. ന്യൂസ് ഡെസ്ക് 24. ശബരിമല സ്വർണ്ണക്കൊള്ള അന്വേഷിക്കുന്ന പ്രത്യേക സംഘം ഇന്ന് വൈകിട്ടോടെ സന്നിധാനത്തെത്തും. ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് മുൻപുള്ള അന്തിമ പരിശോധന ഇന്ന് നടക്കും. SITയോട് സഹകരിക്കാതിരുന്നിട്ടില്ലെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K. ജയകുമാർ 24 പറഞ്ഞു. സംഘം പരിശോധനയ്ക്ക് വരുന്നുണ്ടെന്നും വിഷയമല്ല കുഞ്ഞത്. ദേവസ്വം ബോർഡ് സഹകരിക്കും. ദേവസ്വം ബോർഡ് സഹകരിക്കാതിരുന്ന ഏതെങ്കിലും ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ടോ? ദേവസ്വം ബോർഡ് സഹകരിക്കുക ജോലിയല്ലേ. അതേസമയം മിഥുനമാസ പൂജകൾക്കായി വൈകിട്ട് 5-നാണ് ശബരിമല നട തുറക്കുന്നത്. നാളെ രാവിലെ 5 മണി മുതലാണ് ദർശനം. വിവാദങ്ങൾക്കൊടുവിൽ ദേവസ്വം ലീഡർ നിയമനം റദ്ദാക്കിയെങ്കിലും ദുരൂഹത ആരോപിച്ചും സർക്കാരിനോട് ചോദ്യങ്ങൾ ഉന്നയിച്ചും പ്രതിപക്ഷം. KB പ്രദീപ് രാജിവെച്ചെങ്കിലും ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിലെ നിർണായക രേഖകൾ കിട്ടിയിട്ടുണ്ടാകില്ലേ എന്നാണ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ ചോദ്യം. ലീഡർ നിയമനങ്ങളിൽ വിമർശനവുമായി കോൺഗ്രസ് നേതാവ് ഡോക്ടർ ജിൻഡോ ജോണും രംഗത്തെത്തി. വിവാദമായതിന് പിന്നാലെ ദേവസ്വം സ്പെഷ്യൽ പ്ലീഡറായി VD സതീശൻ സർക്കാർ നിയമിച്ച KB പ്രദീപ് രാജിവെച്ചെങ്കിലും
വിഷയം പ്രതിപക്ഷം വീണ്ടും ഉയർത്തുകയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിലെ പ്രധാന പ്രതികളായ സ്മാർട്ട് ക്രിയേഷൻസിന്റെ അഭിഭാഷകനായ KB പ്രദീപ് ചുമതലയേറ്റതിനു ശേഷം കേസിലെ നിർണായക രേഖകൾ കണ്ടിട്ടുണ്ടാകില്ലേ എന്ന പ്രതിപക്ഷ നേതാവിന്റെ ചോദ്യം. ഒരു ധൃതി ഇതിൽ കണ്ടിട്ടുണ്ട്. എന്തിനായിരുന്നു ആ ധൃതി? അനാവശ്യ ധൃതി എന്തായിരുന്നു? അതിന് ഇടയാക്കിയത് എന്തായിരുന്നു? ഇപ്പോ രാജിവെച്ചതോടുകൂടി എല്ലാം അവസാനിച്ചു എന്ന നിലയ്ക്ക് ഇത് കാണാൻ പറ്റുമോ? KB പ്രദീപിന്റെ നിയമനത്തിന്റെ ഉത്തരവാദിത്തം നിയമവകുപ്പ് കൂടി കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി VD സതീശനാണെന്നും പിണറായി കുറ്റപ്പെടുത്തി. നിയമനത്തിൽ കോൺഗ്രസിന് അകത്തുനിന്നും വിമർശനം ഉയരുകയാണ്. ഒസ്യത്ത് കൊടുക്കേണ്ട പരിപാടിയല്ല ഗവൺമെന്റ് പ്ലീഡർ നിയമനമെന്ന് ജിൻഡോ ജോൺ 24-നോട് പറഞ്ഞു. ഈ പാർട്ടിയുടെ ഭാഗമായിട്ട് 10 വർഷം അധികാരമില്ലാത്ത കാലത്തും ഞങ്ങൾ കോൺഗ്രസ്സുകാരാണ് എന്ന ആത്മവിശ്വാസത്തോടെ ആർജവത്തോടെയും പറഞ്ഞ കുറേ വക്കീലന്മാരുണ്ട്. അവരൊക്കെ അവഗണിക്കപ്പെടുമ്പോൾ അവിടെ CPMകാരോ CPIക്കാരോ അല്ലെങ്കിൽ സംഘപരിവാർ ബന്ധങ്ങളുള്ള ആളുകളൊക്കെ വന്നാൽ അതിന് ഒരു തരത്തിലും രാഷ്ട്രീയമായിട്ട് അംഗീകരിക്കാൻ സാധിക്കില്ല. ഇപ്പോൾ ബന്ധുക്കളായിട്ടുള്ള ആളുകൾ പരിഗണിക്കപ്പെടുന്നു എന്ന് കേൾക്കുന്നു. ഇത് ബന്ധു നിയമനത്തിന് പറ്റിയൊരു മേഖലയല്ല. കാരണം ബന്ധുക്കളും സ്വന്തക്കാരും ഒക്കെ പാർട്ടി പ്രതിസന്ധിയിലാകുന്ന ഘട്ടത്തിൽ ഒരിക്കലും ഉണ്ടായി നമ്മൾ കണ്ടിട്ടില്ല. പാർട്ടിയിലും വിമർശനമുയർന്നതോടെ ഗവൺമെന്റ് പ്ലീഡർമാരുടെ നിയമനത്തിൽ കർശന പരിശോധനയ്ക്ക് നിയമവകുപ്പ് നിർദ്ദേശം നൽകി. ഇതുവരെയുള്ള നിയമനങ്ങൾക്ക് പുറമെ ഇനി നടത്താനുള്ള 43 പ്ലീഡർമാരുടെ നിയമനത്തിലും അഡ്വക്കേറ്റ് ജനറലും ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനും പരിശോധന നടത്തും. 24 തിരുവനന്തപുരം. നിപ പ്രതിരോധം പാളിയെന്ന പ്രതിപക്ഷ ആരോപണത്തിനിടെ ആരോഗ്യമന്ത്രി KM മുരളീധരൻ കോഴിക്കോട് ജില്ലാ കളക്ടറേറ്റിൽ ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നിപ ഷിഗല്ല അവലോകന യോഗം ചേരുകയാണ്. യോഗശേഷം ആരോഗ്യമന്ത്രി കോഴിക്കോട് മെഡിക്കൽ കോളേജ് സന്ദർശിക്കും. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിപ ബാധിച്ച് ചികിത്സയിലുള്ള 43-നാലുകാരന്റെ ആരോഗ്യനില അതീവ ഗുരുതരമായി തുടരുകയാണ്. വർഷ ഗിരീഷ് ചേരുന്നുണ്ട് കോഴിക്കോട് നിന്ന്. വർഷ, യോഗം പുരോഗമിക്കുകയാണല്ലോ, വിവരങ്ങൾ? അതേ ഉന്മേഷ്, യോഗം പുരോഗമിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഉൾപ്പെടെ CPM ഉൾപ്പെടെ ഭാഗത്തു നിന്നുമുണ്ടായ ഏറ്റവും വലിയ ആരോപണമായിരുന്നു ഈ നിപ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ വേണ്ടത്ര ഇടപെടൽ ആരോഗ്യമന്ത്രി നടത്തുന്നില്ല. ആരോഗ്യമന്ത്രി ഒരു നിരുത്സാഹപരമായ രീതിയിലാണ് പെരുമാറുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് LDF നേതാക്കൾ പ്രധാനമായും ആരോപിച്ചിരുന്നത്. പ്രധാനമായും പറഞ്ഞിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ആരോഗ്യമന്ത്രി ഇവിടെ കോഴിക്കോട് ജില്ലയിൽ ക്യാമ്പ് ചെയ്ത് പ്രവർത്തിക്കണമെന്നുള്ളത് തന്നെയായിരുന്നു. തുടർന്നാണ് ഇന്ന് രാവിലെ ആരോഗ്യമന്ത്രി മുരളീധരൻ ഇവിടെ കോഴിക്കോട് എത്തിയത്. ഇപ്പോൾ ഈ കോഴിക്കോട് ജില്ലാ കളക്ടറേറ്റിൽ മന്ത്രിയുടെ നേതൃത്വത്തിലുള്ള യോഗം ചേരുകയാണ്. വിവിധ ജില്ലകളിലെ കളക്ടർമാർ ഉൾപ്പെടെ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. പ്രധാനമായും നിപ ഷിഗല്ല രോഗങ്ങളെക്കുറിച്ചുള്ള അവലോകന യോഗമാണ് ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ യോഗം കഴിഞ്ഞ് മന്ത്രി ഇറങ്ങുമെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഇവിടെ നിന്നല്ല, ശേഷം മെഡിക്കൽ കോളേജ് സന്ദർശിക്കും. ശേഷമായിരിക്കും മാധ്യമങ്ങളെ കാണുക എന്നുള്ള കാര്യമാണ് മന്ത്രി പറയുന്നത്. എന്തായാലും യോഗത്തിന് ശേഷം നിർണായകമായ കാര്യങ്ങൾ ഉണ്ടാകുമെന്നുള്ളതാണ് കരുതുന്നത്. അതേസമയം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിപ ബാധിച്ച ചികിത്സയിലുള്ള 43-കാരന്റെ നില അതീവമായി ഗുരുതരമായി തന്നെ തുടരുകയാണ്. ശരി, വർഷ ഗിരീഷാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്. നിപ വ്യാപനം തടയാനുള്ള ഏകോപനത്തിൽ ആരോഗ്യവകുപ്പ് പരാജയമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ആരോഗ്യമന്ത്രിയും വകുപ്പും ജില്ലാ സംവിധാനങ്ങളും തമ്മിൽ ഏകോപനമില്ല. മുൻ സർക്കാർ സ്വീകരിച്ച ജാഗ്രത എവിടെയും കാണാനില്ല. മുൻപ് പ്രതിപക്ഷം ചെയ്ത പോലെ നിപയെ രാഷ്ട്രീയായുധമാക്കാൻ ഇപ്പോഴത്തെ പ്രതിപക്ഷം തയ്യാറല്ലെന്നും പിണറായി വിജയൻ. മാരകമായ പ്രകടശേഷിയുള്ള രോഗം വ്യാപിക്കാനുള്ള സാധ്യത കണ്ടാൽ അത് തടയുന്നതിനുള്ള ഏകോപനം വളരെ പ്രധാനമാണ്. അത് ഉത്തരവാദപ്പെട്ട മന്ത്രി കൂടി ക്യാമ്പ് ചെയ്തുകൊണ്ട് നടത്തുന്ന നിലയാണ് മുൻകാലങ്ങളിൽ കേരളം കണ്ടിരുന്നത്. അത്തരമൊരു ജാഗ്രത എവിടെയും കാണാനില്ല എന്നതാണ് നിർഭാഗ്യകരമായ വശം. മുൻപ് നിപ ബാധ ഉണ്ടായപ്പോൾ അന്നത്തെ പ്രതിപക്ഷം ചെയ്തതുപോലെ നിപയെ ഒരു രാഷ്ട്രീയ ആയുധമാക്കാൻ ഞങ്ങളേതായാലും തയ്യാറല്ല. സംസ്ഥാനത്ത് പനി ഉൾപ്പെടെ പകർച്ചവ്യാധികൾ വർദ്ധിക്കുന്നു. കോഴിക്കോട് പയ്യോളിയിൽ 9 വയസ്സുകാരന് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചു. മലപ്പുറം തിരൂരങ്ങാടിയിലെ ഷിഗല്ല സാന്നിധ്യം കണ്ടെത്തിയതിനെ തുടർന്ന് ഇളനീർ പാർലർ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് അടപ്പിച്ചു. കോഴിക്കോട് പയ്യോളി തുറയൂർ പഞ്ചായത്തിലും ഇന്ന് ഷിഗല്ല റിപ്പോർട്ട് ചെയ്തു. 9 വയസ്സുകാരനാണ് ഷിഗല്ല സ്ഥിരീകരിച്ചത്. പഞ്ചായത്തിലെ 13-ാം വാർഡ് കീരങ്കയിലാണ് രോഗബാധ. കഴിഞ്ഞ ദിവസം പയ്യോളി 4-ാം വാർഡിൽ 3 വയസ്സുകാരനും ഷിഗല്ല സ്ഥിരീകരിച്ചിരുന്നു. കുട്ടികളുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു.
ഇതോടെ ഈ മാസം കോഴിക്കോട് ജില്ലയിൽ മാത്രം ഷിഗല്ല സ്ഥിരീകരിച്ചവരുടെ എണ്ണം 12ആയി. സംസ്ഥാനത്ത് ഇന്നലെ 2 ഷിഗല്ല കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. അതിനിടെ മലപ്പുറം തിരൂരങ്ങാടിയിൽ ഷിഗല്ല സാന്നിധ്യം കണ്ടെത്തിയതോടെ ഇളനീർ പാർലർ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് അടപ്പിച്ചു. ജ്യൂസിന് വേണ്ടി ഉപയോഗിക്കുന്ന വെള്ളത്തിലാണ് ഷിഗല്ല സാന്നിധ്യം കണ്ടെത്തിയത്. ഈ വർഷം സംസ്ഥാനത്ത് 136 ഷിഗല്ല കേസുകളാണ് സ്ഥിരീകരിച്ചത്. ഇന്നലെ സംസ്ഥാനത്ത് 11,534 പേർക്കാണ് പനി റിപ്പോർട്ട് ചെയ്തത്. ജൂൺ 1 മുതൽ ഇതുവരെ വിവിധ പകർച്ചവ്യാധികൾ പിടിപെട്ട 24 പേർ മരിച്ചെന്നാണ് ആരോഗ്യവകുപ്പിന്റെ കണക്ക്. 24 കോഴിക്കോട്. KSRTC ഓർഡിനറി ബസ്സുകളിൽ വനിതകൾക്കുള്ള സൗജന്യ യാത്ര നാളെ മുതൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ തിരുവനന്തപുരത്ത് പദ്ധതി ഉദ്ഘാടനം ചെയ്യും. അതേസമയം ഉദ്ഘാടനത്തിൽ നിന്ന് വിട്ടുനിൽക്കാനാണ് CPIM തീരുമാനം. ചരിത്രപരമായ വിഡ്ഢിത്തം എന്നാണ് CPIMന്റെ ബഹിഷ്കരണ തീരുമാനത്തിൽ ഗതാഗത മന്ത്രി CP ജോണിന്റെ പ്രതികരണം. നാളെ മുതൽ പ്രിയദർശിനി സൗജന്യ KSRTC ഓർഡിനറി ബസ്സുകൾ നിരത്തിൽ ഓടിത്തുടങ്ങും. തിരുവനന്തപുരം സെൻട്രൽ KSRTC ബസ് സ്റ്റേഷനിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടന ബസ് ഫ്ളാഗ് ഓഫ് ചെയ്യും. തമ്പാനൂർ മുതൽ സെക്രട്ടേറിയറ്റ് വരെ മുഖ്യമന്ത്രി ബസ്സിൽ യാത്ര ചെയ്യും. ഓർഡിനറി ബസ്സുകളെ തിരിച്ചറിയാൻ പ്രിയദർശിനി സ്റ്റിക്കറുകൾ ബസ്സുകളിൽ പതിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ UDF സർക്കാർ പറഞ്ഞതല്ല നടപ്പിലാക്കിയതെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. CPM MLA-മാർ പരിപാടി ബഹിഷ്കരിക്കുമെന്നും പ്രതികരണം. നിങ്ങൾ പറയുന്നതൊന്നുമല്ല നിങ്ങൾ നടപ്പിലാക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഇതിന്റെ ഭാഗമായിട്ട് ഈ കാര്യം വിമർശനപരമായി ചൂണ്ടിക്കാണിക്കുന്നത്. ഞങ്ങളോ സഹകരിക്കുന്നില്ല, അതിലൊന്നും പങ്കെടുക്കുന്ന കാര്യമില്ല. ഇല്ല, അത് വളരെ ആളെ പറ്റിക്കുന്ന സമീപനത്തിന്റെ ഭാഗമായിട്ട് വാഗ്ദാന ലംഘനം ഉണ്ടായെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും കുറ്റപ്പെടുത്തി. ഇതൊക്കെ നൽകിയ വാഗ്ദാനം അതേപോലെ പാലിക്കാനാകുമോ എന്നുള്ളതാണ് കേരളം നോക്കുന്ന പ്രശ്നം. ഇപ്പോ UDF സർക്കാർ പറഞ്ഞു സ്ത്രീകൾക്ക് സൗജന്യ യാത്രയായിരിക്കും KSRTC ബസ്സിൽ. അത് KSRTC ബസ്സിൽ എന്നാണ് പറഞ്ഞത്. പിന്നെ KSRTCയുടെ ഇന്ന ബസ് എന്ന് അന്ന് പറഞ്ഞിട്ടില്ല. പരിപാടിയിൽ നിന്നും വിട്ടുനിന്നാൽ LDF-ന് ബസ് മിസ്സാകുമെന്ന് ഗതാഗത മന്ത്രി CP ജോൺ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാനും അഭ്യർത്ഥിച്ചു. ബഹിഷ്കരിക്കരുത് എന്ന് ഞാൻ ഔപചാരികമായി വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. ഇത് തൊഴിലാളി സ്ത്രീകൾക്ക് ലഭിക്കുന്ന, സാധാരണക്കാരായ വർക്കിംഗ് വിമൻ ലഭിക്കുന്ന വലിയൊരു ആനുകൂല്യം ഗവൺമെൻറ് പ്രഖ്യാപിക്കുമ്പോൾ ഒരു തൊഴിലാളി വർഗ പാർട്ടി അതിൽ നിന്നും വിട്ടുനിൽക്കരുതെന്ന് വളരെ വിനയപൂർവ്വം ഞാൻ CPIM-നോട് അഭ്യർത്ഥിക്കുന്നു. നിലവിൽ പതിച്ചിരിക്കുന്ന പ്രിയദർശിനി സ്റ്റിക്കറുകൾക്ക് പകരം പുതിയ ലോഗോയും KSRTC തയ്യാറാക്കുന്നുണ്ട്. അതേസമയം KSRTCക്ക് നൽകാനുള്ള പണം ബാങ്ക് വഴി ഓവർ ഡ്രാഫ്റ്റായി നൽകാനാണ് സർക്കാർ തീരുമാനം. 24 തിരുവനന്തപുരം. പിണറായി വിജയൻ ആലിംഗനം ചെയ്യാനാകില്ലെന്ന രാഹുൽ ഗാന്ധിയുടെ പരാമർശത്തിൽ ഇന്ത്യാ സഖ്യത്തിൽ ഭിന്നത മുറുകുന്നു. രാഹുൽ ഗാന്ധിക്കെതിരായ CPIM വിമർശനത്തിനെതിരെ ആഞ്ഞടിച്ച് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ രംഗത്തെത്തി. പരാമർശത്തിൽ CPIM-നെ പിന്തുണച്ചും രാഹുൽ ഗാന്ധിയെ വിമർശിച്ചുമാണ് 24-നോട് CPI ജനറൽ സെക്രട്ടറി D രാജയുടെ പ്രതികരണം. We have our fights, but if you are asking me to go and hug the ex-Chief Minister of Kerala, I cannot and I will not, because I have an ongoing political fight with him. So we have to be flexible and we have to realize that there is a full-scale assault on us. പിണറായി വിജയനെതിരായ രാഹുൽ ഗാന്ധിയുടെ ഈ വാക്കുകളിൽ ഇന്ത്യ മുന്നണിയിൽ ഭിന്നത കടുക്കുന്നു. രാഹുലിന്റെ പരാമർശത്തിൽ കോൺഗ്രസും ഇടതു പാർട്ടികളും തമ്മിലുള്ള തർക്കം രൂക്ഷമാകുകയാണ്. പിണറായി ആലിംഗനം ചെയ്യാൻ രാഹുലിനോട് ആരും പറഞ്ഞിട്ടില്ലെന്ന് CPI ജനറൽ സെക്രട്ടറി D രാജ 24-നോട് പറഞ്ഞു. കോൺഗ്രസിനെ പോലെ എല്ലാവരും യോഗത്തിലെ പരാമർശങ്ങൾ പുറത്തുവിട്ടിരുന്നുവെങ്കിൽ സഖ്യത്തിലെ ഐക്യം എന്താകുമെന്ന ചോദ്യമാണ് CPI ഉയർത്തുന്നത്. The India Alliance parties will have to do serious introspection. He could not have made such a speech. We pointed out, what is this he is speaking, hugging? Who asked him to go and hug? Now it is for the people of the country to know the level how Congress conducts itself. തർക്കമുറുകുന്നതിനിടെ CPM-നെതിരെ KC വേണുഗോപാൽ അതിരൂക്ഷ വിമർശനം നടത്തി. കേരളം വിട്ടാൽ കോൺഗ്രസിന്റെയും സഖ്യകക്ഷികളുടെയും പിന്തുണ കൊണ്ട് മാത്രം പാർലമെന്റിൽ അംഗത്വം നിലനിർത്തുന്ന പാർട്ടിയാണ് CPIM എന്ന് KC വേണുഗോപാലിന്റെ മറുപടി. രാജസ്ഥാനിലും തമിഴ്നാട്ടിലും രാഹുൽ ഗാന്ധിയുടെ ചിത്രം വെച്ച് CPIM വോട്ട് തേടി ജയിച്ചുവെന്നും KC വേണുഗോപാൽ തുറന്നടിച്ചു. രാഹുൽ ഗാന്ധിയുടെ പരാമർശങ്ങൾക്കെതിരെ ഹൈദരാബാദിൽ നടക്കാനിരിക്കുന്ന ഇന്ത്യ മുന്നണി യോഗത്തിൽ ഇടതു പാർട്ടികൾ കടുത്ത അതൃപ്തി അറിയിക്കും. യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നതും ഇടതു പാർട്ടികളുടെ പരിഗണനയിലുണ്ട്. 24 ഡൽഹി.
അവതാരങ്ങളെ പരിശോധിക്കണമെന്ന CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ പ്രതികരണത്തിൽ മറുപടിയുമായി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. CPIയുമായി ബന്ധപ്പെട്ട വകുപ്പുകളിൽ അങ്ങനെ അവതാരങ്ങൾ വന്നുവെന്ന് അന്വേഷിക്കുകയാണ് ബിനോയ് വിശ്വം ആദ്യം ചെയ്യേണ്ടത് എന്ന് പിണറായി വിജയൻ പറഞ്ഞു. തീർച്ചയായും അത് അന്വേഷിക്കണമല്ലോ. അങ്ങനെ അന്വേഷിക്കുന്നത് നല്ലതാണല്ലോ. അതിന് ഞങ്ങളെ കൂടെ ഉണ്ടായിരുന്ന എല്ലാ പാർട്ടികൾക്കും അതിന്റെ ബാധ്യതയുണ്ട്. അദ്ദേഹം ആദ്യം ചെയ്യേണ്ടത് അദ്ദേഹത്തിന്റെ പാർട്ടിയുമായി ബന്ധപ്പെട്ട വകുപ്പുകളിൽ ഇങ്ങനെയുള്ള ഏതെങ്കിലും അവതാരങ്ങൾ കൂടെ ചുറ്റിപ്പറ്റി നടന്നിരുന്നോ എന്ന് അന്വേഷിക്കലാണ്. അതാണ് ആദ്യം നടത്തേണ്ടത്. അതെ, അതിനെപ്പറ്റി വേറെ പ്രശ്നമില്ല. അതിനെപ്പറ്റി നിങ്ങളാരും ശങ്കിച്ച് നിൽക്കേണ്ട കാര്യമില്ല. ഒരു പ്രശ്നം അതിനെപ്പറ്റിയില്ല. ചില വാർത്തകൾ ചുരുക്കത്തിൽ. മലയിടംതുരത്ത് ഭൂമി തർക്കത്തിന് പരിഹാരം 5 സെന്റ് ഭൂമി വീതം ഓരോ കുടുംബങ്ങൾക്കും ഭൂവുടമ വിട്ടു നൽകും. സർക്കാർ 1 വർഷത്തിനുള്ളിൽ വീട് വയ്ക്കും. 2 ദിവസത്തിനകം ഉന്നതയിലെ താമസക്കാരും ഭൂവുടമകളും കരാറിൽ ഒപ്പിടും. ജൂൺ 16 റിപ്പോർട്ട് സർക്കാർ ഹൈക്കോടതിയിൽ സമർപ്പിക്കും. പോലീസ് അറസ്റ്റ് ചെയ്ത കാപ്പ കേസ് പ്രതിയും തിരുവനന്തപുരം കോർപ്പറേഷൻ കൌൺസിലറുമായ R. സുഗതനെതിരെയുള്ള കേസുകളുടെ വിശദാംശങ്ങൾ പുറത്തുവിട്ട് ആഭ്യന്തര വകുപ്പ്. വധശ്രമവും കലാപശ്രമവും ഉൾപ്പെടെ 19 കേസുകളാണ് വട്ടിയൂർക്കാവ്, നെടുമങ്ങാട് സ്റ്റേഷനുകളിൽ മാത്രമുള്ളത്. നീറ്റ് പുനഃപരീക്ഷയുടെ സുരക്ഷ വിലയിരുത്താൻ പ്രത്യേക യോഗം നാളെ. കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറിയാണ് ചീഫ് സെക്രട്ടറിമാരുടെ യോഗം വിളിച്ചത്. നീറ്റ് UG പുനഃപരീക്ഷയുടെ അഡ്മിറ്റ് കാർഡുകൾ വിദ്യാർത്ഥികൾക്ക് ഇന്നു മുതൽ ലഭ്യമാകും. RSS മേധാവി മോഹൻ ഭാഗവത് പങ്കെടുത്ത പരിപാടിയിൽ സർവകലാശാല വൈസ് ചാൻസലർമാർ പങ്കെടുത്തത് രാഷ്ട്രീയ ചർച്ചയാക്കി പ്രതിപക്ഷം. ഗൌരവമുള്ള വിഷയമെന്നും മതേതര കേരളത്തിന് ആശങ്കയുണ്ടാക്കിയ കാര്യമെന്നും CPIM. വിഷയത്തിൽ പിന്നീട് പ്രതികരണമെന്ന് പറഞ്ഞ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി M. ജോൺ ഒഴിഞ്ഞുമാറി. തിരുവനന്തപുരത്ത് നടന്ന പരിപാടിയിൽ വൈസ് ചാൻസലർമാർ പങ്കെടുത്ത് 24 ആണ് പുറത്തുകൊണ്ടുവന്നത്. തിരുവനന്തപുരം കവടിയാറിൽ നടന്ന സംഘപരിവാറിന്റെ 100 വർഷങ്ങൾ എന്ന പരിപാടിയിലാണ് 3 പ്രധാന സർവകലാശാലകളുടെ VC-മാർ പങ്കെടുത്തത്. കേരള സർവകലാശാല VC മോഹനൻ കുന്നുമൽ, MG സർവകലാശാല VC D. മാവൂത്ത്, മലയാളം സർവകലാശാല VC CR പ്രസാദ് എന്നിവരാണ് ക്ഷണിക്കപ്പെട്ട അതിഥികളായി RSS മേധാവിക്കൊപ്പം പരിപാടിയിൽ പങ്കെടുത്തത്. ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ കാവ്യവൽക്കരണത്തിന്റെ തെളിവെന്നും ആശങ്കയുണ്ടാക്കുന്ന സംഭവമെന്നും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. സർവകലാശാലകളിൽ സംഘപരിവാർ അജണ്ടകൾ അടിച്ചേൽപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ആശങ്കാജനകമായ ചർച്ചകളാണ് നടക്കുന്നത്. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ എങ്ങനെ പിടിമുറുക്കാൻ RSS ശ്രമിക്കുന്നു എന്നതിന്റെ പ്രകടമായ ഉദാഹരണമാണ്. VC-മാർ RSS പരിപാടിയിൽ സംഘാടകരെ പോലെ പ്രവർത്തിച്ചുവെന്നും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി മറുപടി പറയണമെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. മോഹൻ ഭഗത് പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പരിപാടിയിൽ RSSന്റെ 100ാം വാർഷികത്തിലെ സംഘാടകരായി 3 വൈസ് ചാൻസലർമാർ പങ്കെടുത്തിട്ടുള്ളത്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും അതുപോലെ തന്നെ UDF-ഉം ഇവരെല്ലാം കൃത്യമായി മറുപടി പറയേണ്ടതുണ്ട്. എന്നാൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി വിഷയത്തിൽ പ്രതികരിക്കാൻ തയ്യാറായില്ല. മാധ്യമങ്ങൾക്ക് പ്രവേശനമില്ലാത്ത പരിപാടിയിലായിരുന്നു വൈസ് ചാൻസലർമാർ പങ്കെടുത്തത്. വിഷയത്തിൽ പ്രതിഷേധത്തിന് പ്രതിപക്ഷ യുവജന സംഘടനകൾ ആലോചിക്കുന്നുണ്ട്. 24 തിരുവനന്തപുരം. പിളർപ്പിനും ഭിന്നതകൾക്കുമിടെ തൃണമൂൽ കോൺഗ്രസിൽ സംഘടനാ തലത്തിൽ അഴിച്ചുപണിയുമായി മമതാ ബാനർജി. യുവജന വിഭാഗത്തിന്റെയും തൃണമൂൽ മഹിളാ കോൺഗ്രസിന്റെയും തലപ്പത്താണ് മാറ്റം. തൃണമൂൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സായോണി ഘോഷിനെ മാറ്റി അർണ ബാനർജിയെ നിയമിച്ചു. യഥാർത്ഥ TMC അവകാശം ഉന്നയിച്ച് വിമത MPമാർ നാളെ ലോക്സഭാ സ്പീക്കറെ കാണും. പിളർപ്പിനും ഭിന്നതകൾക്കുമിടെ തൃണമൂൽ കോൺഗ്രസിൽ സംഘടനാ തലത്തിൽ വൻ അഴിച്ചുപണിയാണ് മമതാ ബാനർജി നടത്തുന്നത്. സയോണി ഘോഷിനെ മാറ്റി അർണ ബാനർജിയെ തൃണമൂൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനായും മഹിളാ കോൺഗ്രസ് അധ്യക്ഷയായി ആലിഫ് അഹമ്മദിനെയും നിയമിച്ചു. എന്നാൽ മുൻ മന്ത്രി മാനസ് ഭൂനിയ പാർട്ടി വിട്ടത് മമതയ്ക്ക് വീണ്ടും തിരിച്ചടിയായി. ഇതിനിടെ അംഫാൻ ദുരിതാശ്വാസ ഫണ്ടിൽ 238 കോടി രൂപയുടെ അഴിമതി നടത്തിയെന്നാരോപിച്ച് അഭിഷേക് ബാനർജിക്കെതിരെ BJP പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. കൂടാതെ വ്യാജ ഒപ്പ് കേസിൽ അഭിഷേക് വീണ്ടും CIDക്ക് മുന്നിൽ ഹാജരായി. അതിനിടെ 20 വിമത MPമാർ ഇന്ന് സുവേന്ദു അധികാരിയുമായി കൂടിക്കാഴ്ച നടത്തും. അമിത്ഷായുടെ നിർദ്ദേശപ്രകാരം നടക്കുന്ന ഈ ചർച്ചകൾക്ക് ശേഷം പ്രത്യേക ബ്ലോക്ക് ആവശ്യപ്പെട്ട് ഇവർ നാളെ ലോക്സഭാ സ്പീക്കറെയും കാണും. 24 ഡൽഹി.